വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വൈജ്ഞാനിക സേവനപാതയിൽ 5.5 പതിറ്റാണ്ട് പിന്നിടുന്ന ജാമിഅ ബുസ്താനുൽ ഉലൂം എന്ന ഈ മഹത്തായ പ്രസ്ഥാനം വിളിച്ചു ചേർത്ത ഈ വൈജ്ഞാനിക സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകളുടെ ചരിത്രങ്ങളിൽ കടന്നു പോകുമ്പോൾ അനിഷേധ്യമായി നാം കാണുന്ന ഒന്നാണ്, ഈ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിച്ചവർ കാലാന്തരങ്ങളിൽ വൈവിധ്യങ്ങളായ കാരണങ്ങളുടെ പേരിൽ ഈ ആദർശ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് വിവിധങ്ങളായ ചിന്താപ്രസ്ഥാനങ്ങളായി സമൂഹത്തിൽ വേരോട്ടം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം. ആ കൂട്ടത്തിലാണ് സമസ്ത എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള സുന്നി പ്രസ്ഥാനങ്ങളും ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെടുന്നത് എന്ന് നേരത്തെയുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പിളർപ്പുകൾ ദൗർഭാഗ്യകരമാണ്. ഏതൊരു പിളർപ്പും അനിവാര്യമാണ്, സ്വാഭാവികമാണ്, ദൗർഭാഗ്യകരമാണ് എന്നാണ് അവയെ സംബന്ധിച്ച് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. എന്നാൽ ഭിന്നിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പിളരരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിടയിൽ ഉദിച്ചുയർന്നു വരുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളുടെ പേരിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ, ഒരുമിച്ച് ദഅവാ പ്രവർത്തനത്തിൽ കൈകോർത്തവർ, ഒരുമിച്ച് പോസ്റ്റർ ഒട്ടിച്ചവർ, ഒരുമിച്ച് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും വാഹകരായി കടന്നു വന്നവർ 2, 3, 4 വിവിധ ആദർശത്തിൻ്റെ കൂട്ടായ്മകളുടെ വക്താക്കളായി വഴിമാറിപ്പോകരുത് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. എന്നാൽ അനിവാര്യതയുടെ ഭാഗമായി സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നലകളുടെ ചരിത്രത്തെ സത്യസന്ധമായും നിഷ്പക്ഷമായും വിശകലനം ചെയ്യുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പുകൾ തുടർച്ചയായി അനുസ്യൂതം തുടർന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൻ്റെ 118-ാം സൂക്തത്തിലൂടെ സൂചിപ്പിക്കുന്നു, വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മതൻ വാഹിദ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിനെ ഒരു ഏകോദര സമൂഹമായി, ഒരൊറ്റ ജമാഅത്തായി, ഒരൊറ്റ മുനല്ലമയായി, അവരെ ഏകോദര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായി നിലനിർത്തുമായിരുന്നു. വല യസാലൂന മുഖ്തലിഫീൻ. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്തെന്ന് പറയുന്നത് സമൂഹത്തിൽ ഛിദ്രതകൾ ഉദിക്കുമെന്നാണ്, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നാണ്, സമുദായത്തിൽ കക്ഷിത്വങ്ങൾ രൂപപ്പെടുമെന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള വ്യത്യസ്തമായ കാരണങ്ങളുടെ ഭാഗമായി മനുഷ്യർക്കിടയിൽ അത് കടന്നു വരുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ഗണ്യതമായ ആ തത്വം ഇത്തരം ചർച്ചാവേളകളിൽ നാം സാന്ദർഭികമായി ഓർക്കേണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വഴികളിൽ നിന്ന് കടന്നുപോയ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2 കൂട്ടായ്മകളെ സംബന്ധിച്ചാണ് നേരത്തെ നമ്മൾ സംസാരിച്ചതെങ്കിൽ 940-കളും 950-ഉം 960-ഉം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ചേകന്നൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പണ്ഡിതൻ പുതിയൊരു വാദവുമായി കടന്നു വന്നത് ഇന്നലകളുടെ ഇസ്ലാഹി ചരിത്രമാണ്. ഒരു വേള എടവണ്ണ ജാമിഅ നദബിയയിലെ അധ്യാപകനായിരുന്നു ചേകന്നൂർ മൗലവി. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന രംഗത്ത്, പ്രസ്ഥാനത്തിൻ്റെ വേദികളിലും പ്രസ്ഥാനത്തിൻ്റെ പേജുകളിലും ചേകന്നൂർ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ 969-ൽ
ഈ ചേകന്നൂരുമായി മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ ഒരു വാദപ്രതിവാദം നടക്കും വിധം AP അബ്ദുൽ ഖാദർ മൗലവിയും ചേകന്നൂർ മൗലവിയും തമ്മിൽ നടന്ന പരസ്യമായ ഒരു വാദപ്രതിവാദം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ പിളർപ്പുകളുടെ ചരിത്രത്തിലെ ഒരു അധ്യായമാണ്. ചേകന്നൂര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബ്ദമായിരുന്നു. തൗഹീദിന് വേണ്ടി ശബ്ദിച്ചിരുന്ന ജ്വലിച്ചു നിന്ന ഒരു പണ്ഡിത പ്രഭയായിരുന്നു. എന്നാൽ ഒരു വ്യതിയാന ചിന്തയുമായി അദ്ദേഹം കടന്നു വന്നു. ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ഹദീസുകളുടെ പ്രാമാണികതയെ സംബന്ധിച്ച്, അതിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച്, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരെ കുറിച്ച്, മുഹദ്ദിസുകളെ കുറിച്ച്, ഇമാം ബുഖാരിയെ പോലെയുള്ള അധികായന്മാരെ കുറിച്ച് കേരളത്തിന്റെ മണ്ണിൽ വിഷലിപ്തമായ വ്യതിയാന ചിന്തകളുമായി ചേകന്നൂര് കടന്നു വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ആദർശപരമായി ശക്തമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്തു. ഇന്നലെ വരെ ഒരേ വേദിയിലുണ്ടായിരുന്ന ആളല്ലേ, നമ്മുടെ ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചതല്ലേ, ഈ തൗഹീദും സുന്നത്തും സ്ഥാപിക്കുന്നതിന് ഇവിടുത്തെ യാഥാസ്ഥികരമായി പോരാടുന്ന വ്യക്തിയല്ലേ, എന്തിനദ്ദേഹത്തെ എതിർക്കണം, എന്തിനദ്ദേഹത്തിനെതിരെ ശബ്ദിക്കണമെന്ന് കഴിഞ്ഞ കാലം ഇസ്ലാഹി നായകന്മാർ അത്തരം ആലോചനകളുടെ പേരിൽ സന്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്നത് ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് ഘടകവിരുദ്ധമായി ആരെങ്കിലും വ്യതിയാന ചിന്തകളുമായി കടന്നു വന്നാൽ അതിനെ ശക്തമായി അഡ്രസ് ചെയ്യുക എന്നത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമാണ് എന്ന നിലക്കാണ് ചേകന്നൂര് വഴുതി മാറിയപ്പോൾ, ചേകന്നൂരിന്റെ ചിന്താഗതികൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ വൈജ്ഞാനിക പോരാട്ടം നടത്താൻ ഇസ്ലാഹി പ്രസ്ഥാനം, അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ പ്രബോധകന്മാർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. അത് 1960-കളുടെ 70-കളുടെ ചരിത്രമാണ്. ചരിത്രം വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ച് കേരളീയ സമൂഹത്തിന്റെ പരിസരങ്ങളിൽ ജൈത്രയാത്രകൾ നടത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം 2002 ഒരു ദൗർഭാഗ്യകരമായ പിളർപ്പ് സംഭവിക്കുന്നത്. 2002 പിന്നീട് 2012 ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായി. പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും ഈ പ്രസ്ഥാനത്തിന്റെ ഗുണകാംക്ഷികളും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾ പല നാടുകളിലും പോയിട്ടുണ്ട്, അവിടെയെല്ലാം തൗഹീദിന്റെ പണ്ഡിതന്മാരുണ്ട്, അവിടെയൊന്നുമില്ലാത്ത പ്രശ്നങ്ങളാണല്ലോ ഈ കേരളത്തിലുള്ളത്, എന്തുകൊണ്ടാണ് കേരള നദ്വത്തുൽ മുജാഹിദീനിൽ ഇങ്ങനെ പിളർപ്പുകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇത് മറ്റൊരു സ്ഥലത്തും ഇല്ലല്ലോ എന്ന് പറയുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചരിത്രത്തെയും വർത്തമാനത്തെയും വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കുമ്പോൾ 2000 കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ആശയപരമായ വിയോജിപ്പ്, ആ ആശയപരമായ വിയോജിപ്പ് മൻഹജുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ 2012 കാലത്ത് ജിന്നുമായി ബന്ധപ്പെട്ട അതിവാദങ്ങളുടെ പേരിലാണ് പിളർപ്പുകൾ ഉണ്ടായത് എങ്കിൽ അത് കേരളത്തിൽ മാത്രം ഉടലെടുത്ത ഒരു പ്രശ്നമായിരുന്നില്ല. കേരളത്തിന് പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലെ ഹദീസ് എന്ന ഉജ്ജ്വലമായ സലഫി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നോക്കൂ. 2000-ലും 2010 കാലത്തും ആ സലഫി കൂട്ടായ്മകളിൽ ഛിദ്രതയുണ്ടാവുകയും ആ സംവിധാനത്തിന്റെ കൂടെ പ്രവർത്തിച്ച ചില ആളുകൾ വഴിമാറുകയും അഹ്ലെ ഹദീസിന് സമാന്തരമായ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ സമീപ പ്രദേശമായ ശ്രീലങ്കയിലെ സലഫി സഹോദരങ്ങളുമായി സംസാരിച്ചു നോക്കുക. എത്രത്തോളം എന്നാൽ ഒരു സംഘടന, ഒരു സലഫി പ്രവർത്തനത്തിന്, പ്രബോധനത്തിന് ഒരു സംഘടന വേണ്ടതില്ല എന്ന് കേരളത്തിൽ സുബൈർ മങ്കടയെ പോലെയുള്ള ആളുകൾ പണ്ഡിതന്മാരുടെ വാചകങ്ങളുടെ അകമ്പടി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ പറഞ്ഞത് കേരളത്തിൽ മാത്രം ഉണ്ടായ ഏതെങ്കിലും പൊളിറ്റിക്സിന്റെ ഉൽപ്പന്നമല്ല, ഏതെങ്കിലും വ്യക്തികളോടുള്ള എതിർപ്പ് കൊണ്ട് സ്വാഭാവികമായി ഉണ്ടായിത്തീർന്ന ഒന്നല്ല, ഇവിടെ മാത്രം ഉണ്ടായ പ്രശ്നമല്ല. ശ്രീലങ്കയിലെ സലഫി കൂട്ടായ്മകൾക്കിടയിൽ എന്തിനധികം ഈ കേരളത്തിലുണ്ടായ മൻഹജുമായി ബന്ധപ്പെട്ട വ്യതിയാനങ്ങൾ പോലെ, ജിന്ന് വിഷയത്തിലെ അതിവാദങ്ങൾ പോലെ സംഘടന തന്നെ വേണ്ടതില്ലെന്ന് പറയുന്ന ആ ധ്വനിയും ആ ശബ്ദവും
യുദ്ധവും ഉടലെടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിങ്ങനെ ഏഷ്യയുടെ ഇന്ത്യൻ കരയുടെ പരിസരങ്ങളിൽ മാത്രമുള്ളതല്ല. ഈജിപ്തിൽ അൻസാർ സുന്ന മുഹമ്മദിയ എന്ന സംഘമുണ്ട്. അങ്ങ് സുഡാനിലും ആ പേരിൽ ഒരു കൂട്ടായ്മയുണ്ട്. ഏറെക്കുറെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പോലെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നാട്ടിലുള്ളവരുമായി ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ും ബന്ധപ്പെടാവുന്ന അന്വേഷിക്കാവുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങ് സുഡാനിലും ഈജിപ്തിലുമെല്ലാം ഈ അൻസാർ സുന്ന അടക്കമുള്ള സലഫി കൂട്ടായ്മകളിൽ 2000 കാലത്തും 2010 കാലത്തും ആശയപരമായ ഛിദ്രതകൾ രൂപപ്പെടുകയും അവിടുത്തെ കൂട്ടായ്മകളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഒരു മഹല്ലിൽ ഒരുപക്ഷെ കേരളത്തിലെ പോലെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ്, അതിന്റെ മണ്ഡലം, അതിന്റെ ജില്ല, അതിന്റെ സംസ്ഥാന ഘടകം പോലെയുള്ള ആ ഒരു ശൈലിയും രീതിയും അല്ലെങ്കിലും ഇസ്ലാഹിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പരിസരത്തുള്ള സലഫി കൂട്ടായ്മകളിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. UAE-യിൽ പ്രവർത്തിച്ചിരുന്ന ദാറുൽ ബിർ എന്ന സംവിധാനം, ആ സംവിധാനത്തിൽ 2000 കാലത്ത് കേരളത്തിലുള്ള പ്രശ്നങ്ങളുടെ ചുവട് പിടിച്ചു എന്ന് തോന്നിപ്പോകും വിധം അവിടെയും പ്രയാസങ്ങളുണ്ടായി. കുവൈത്തിൽ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് എന്ന പണ്ഡിതൻ മഹാനായ അല്ലാമ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ശിഷ്യനായിരുന്നു. അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് തൊടുത്തുവിട്ട ചില വ്യതിയാന ചിന്തകൾ കുവൈത്തിലെ സലഫി സമൂഹങ്ങൾക്കിടയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് 2000 കാലത്താണ്. ഇനി സൗദി അറേബ്യ നിങ്ങൾ നോക്കുക. സൗദി അറേബ്യയിലും ഈ കേരളത്തിലുള്ളതുപോലെ സമാനമാണ് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മദീനയിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് മുഹ്സിൻ അബ്ബാദ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്, റിഫ്ഖൻ അഹ്ലസുന്ന ബി അഹ്ലിസുന്ന. അഹ്ലുസുന്നയുടെ വാഹകരെ, നിങ്ങൾ അഹ്ലുസുന്നക്കാരോട് മയത്തിൽ പെരുമാറണം, മിതത്വം കാണിക്കണം, ആർദ്രത കാണിക്കണം എന്ന് അവിടെ നിലനിന്ന പ്രശ്നങ്ങൾക്ക്, അവിടെ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകണമെന്ന് കൊതിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ആ നസീഹത്തുള്ള ഗ്രന്ഥം നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനധികം കേരളത്തിൽ 2012 ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ ഭാഗമായി ജിന്ന്, പിശാച്, റുഖിയ ശർഇയ്യ എന്ന പേരിൽ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 2010 മദീനയിൽ അറിയപ്പെട്ട പണ്ഡിതൻ ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി എന്ന വിശ്രുത പണ്ഡിതൻ സമാനമായ വിഷയത്തിൽ സൗദി അറേബ്യയിലുള്ള മദീനയിലും പരിസരത്തുമുള്ള വ്യത്യസ്ത മതവിദ്യാർത്ഥികളും പണ്ഡിതന്മാർക്കും ഇടയിൽ ജിന്ന് വിഷയത്തിൽ അതിവാദങ്ങൾ രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി. അസ്ഇലത്തുൻ മുഹിമ്മ ഹൗല റുഖിയ്യ വറുഖാത്ത് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. റുഖിയ്യയുമായി ബന്ധപ്പെട്ടും ഈ ചികിത്സ നടത്തുന്നവരുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതിന്റെ ഉത്തരങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ആ പ്രസിദ്ധമായ ഗ്രന്ഥം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനത് വിശദീകരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, അത് നമ്മുടെ യൂണിറ്റിലെ ഒരു ചെറിയ പ്രശ്നമല്ല, ഇവിടുത്തെ 4 ആളുകൾക്കിടയിൽ ഉദിച്ചു പോന്ന ഒരു പ്രശ്നമല്ല, 2 ആൾ ക്ഷമിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ആദർശപരമായ പ്രശ്നങ്ങൾ, ആദർശപരമായ വ്യതിയാനങ്ങൾ, ആദർശപരമായ അതിവാദങ്ങൾ, അവയെ കൃത്യമായി മനസ്സിലാക്കുക എന്നത് ചരിത്രത്തോടും ഇസ്ലാഹി ആദർശത്തോടും നാം കാണിക്കേണ്ട നീതിബോധത്തിന്റെ ഭാഗമായി നമുക്കുണ്ടായിരിക്കേണ്ട കൃത്യമായ കാഴ്ചപ്പാടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയെപ്പോലെ, ജമാഅത്തെ ഇസ്ലാമിയെപ്പോലെ, ചേകന്നൂരിനെ പോലെ 2002 മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ പിളർപ്പാണ് പിന്നീട് മർക്കസു ദഅവ എന്ന പേരിൽ ഒരു പുതിയ ഒരു സംവിധാനമായി, കൂട്ടായ്മയായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ച ഒരു സംഘത്തിന്റെ പിറവിക്ക് കാരണമായത്. അങ്ങനെ അത് വേറിട്ട് പ്രവർത്തിക്കുകയും കേരളത്തിന്റെ പ്രബോധന രംഗത്ത് സമാന്തരമായി പ്രവർത്തിക്കുകയും, എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 2016 വിശദമായ പണ്ഡിതോചിതമായ ചർച്ചകളുടെ തുടർച്ചയായി മഹത്തായ ഇസ്ലാഹി ഐക്യം രൂപപ്പെടുകയും ചെയ്തിരുന്നു എന്നത് മുജാഹിദ് പ്രവർത്തകരുടെ ജീവിതത്തിലെ അനിതര സാധാരണമായ അനുഭവ സാക്ഷ്യമാണ്. 2016 ഐക്യമുണ്ടായത്
15/12/2015 മുതൽ 26/10/2016 വരെ ഏകദേശം 10 മാസക്കാലം പല തവണകളിലായി അനേക സന്ദർഭങ്ങൾ, അനേക മണിക്കൂറുകൾ ഇരുന്ന് വിശദമായി നടന്ന ചർച്ചകളുടെ തുടർച്ചയായിട്ടായിരുന്നു അങ്ങനെ ഒരു ആദർശപരമായ ഐക്യമുണ്ടായത്. ആ ആദർശപരമായ ഐക്യത്തിന്റെ ഭാഗമായി അന്ന് കടപ്പുറത്ത് വെച്ച് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയെ പോലെ, ഡോക്ടർ ഹുസൈൻ മടവൂരിനെ പോലെ, ടി.പി. അബ്ദുള്ള കോയ മദനിയെ പോലെ, സലാഹുദ്ദീൻ മദനിയെ പോലെ, മുഹമ്മദ് മദനിയെ പോലെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള ആളുകൾ അന്ന് പ്രഖ്യാപിച്ചതുപോലെ 2002 ഒരു ദൗർഭാഗ്യകരമായ പിളർപ്പുണ്ടായി. ആ പിളർപ്പിന് കാരണമായ 18 വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആ 18 വിഷയങ്ങളിൽ 2002 എന്താണോ കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിരുന്ന നിലപാട്, ആ നിലപാടിലേക്ക് യോജിച്ചുകൊണ്ട്, ആ നിലപാടിലേക്ക് എത്തിക്കൊണ്ടാണ് ഈ മഹത്തായ മുജാഹിദ് ഐക്യം നടന്നത് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ രേഖകൾ ഉയർത്തിക്കാണിച്ച് കൃത്യമായി അത് വിശദീകരിക്കുകയുണ്ടായി. അസ്മാ ഉസിഫാത്തിനെ പോലെ, മൻഹജിനെ പോലെ, ഹദീസുകളോടുള്ള സമീപനം പോലെ, സിഹറിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും ബഹുമാന്യനായ CP ഉമർ സുല്ലമി മുതൽ, അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ മുതൽ, അസ്ഗർ അലി മുതൽ വിവിധ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇരുപക്ഷത്ത് നിന്ന് പ്രതിനിധികളായി കടന്നു വന്നുകൊണ്ടാണ് ആ വൈജ്ഞാനിക ചർച്ചകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് പൂർണ്ണതയിലെത്തുകയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐക്യമുണ്ടാവുകയും ചെയ്തത്. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം അത് നടക്കുക തന്നെ ചെയ്യും. 2016 ഐക്യമുണ്ടായെങ്കിലും ഏകദേശം 2018 ഐക്യപ്പെട്ടു വന്നവരിൽ നിന്ന് ചില ആളുകൾ അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളും ആശങ്കകളും ഉയർത്തിപ്പിടിച്ച് വീണ്ടും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും മർക്കസുദ് ദഅവ കേന്ദ്രീകരിച്ച് വീണ്ടും അവരുടെ സംഘടന പുനഃസംഘടിപ്പിക്കുകയും ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനർത്ഥം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഐക്യത്തിന് പോറലേറ്റു എന്നല്ല, മറിച്ച് ഒരുമിച്ച് നിൽക്കാനും ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുവാനും ആവശ്യമായ ശക്തവും കൃത്യവുമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ആ മാനദണ്ഡങ്ങളോടൊപ്പം നിലകൊള്ളാൻ സാധിക്കും വിധം മുജാഹിദ് പ്രവർത്തകർ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഐക്യ കരാറിനോട് യോജിക്കാത്തവർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ ഇതിൽ നിന്ന് ഭിന്നിച്ച് പിളർന്നു പോയി എന്ന് മാത്രമാണ് അർത്ഥം. അതല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ 2016 ഐക്യത്തിന് യാതൊരു തരത്തിലുമുള്ള കോട്ടമില്ല എന്നതുകൊണ്ടാണ് ആ ഐക്യാനന്തരം കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ വേറിട്ട് പോയ ആളുകൾ അവരുടെ ശബാബിലടക്കം ഹദീസ് നിഷേധത്തിന്റെ നിലപാടുകൾ പറയുന്ന, ഹദീസ് നിഷേധത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൻഹജ് എന്ന ഫഹ്മുസ് സ്വഹാബ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഈ കലാം, അള്ളാഹുവിന്റെ കലാം എങ്ങനെ മനസ്സിലാക്കി, പ്രവാചകന്റെ ഹദീസ് എങ്ങനെ സ്വീകരിച്ചു എന്ന ആ മാനദണ്ഡത്തോട് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുള്ളത്. അവർ അവരുടെ വ്യതിയാനങ്ങളും ഹദീസ് നിഷേധ ചിന്തകളും ജീർണതകളുമായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം 2002 ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ മറ്റൊരു സങ്കടകരമായ പിളർപ്പാണ് 2012 വിസ്ഡം ഗ്ലോബൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു കൂട്ടായ്മ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല. ആഗോളതലത്തിൽ എവിടെയെല്ലാം സലഫി പ്രവർത്തകരുണ്ടോ അവിടെയെല്ലാം ഹദീസുകൾ നിഷേധിക്കുന്നവർ, അതേപോലെ ജിന്നുമായി ബന്ധപ്പെട്ട മന്ത്രവാദ ചികിത്സയുടെ അതിവാദങ്ങളുമായി കടന്നു പോകുന്ന ആളുകൾ ഉള്ളതുപോലെ കിതാബിനോടും സുന്നത്തിനോടും മൻഹജ് സലഫിനോടും ചേർന്നുകൊണ്ട് ആ മിതവാദം വസതീയത്ത് നിലനിർത്തുന്നവരുമെല്ലാം ലോകത്തുണ്ട് എന്നത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലും ഈ വിഷയത്തിൽ
വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടായി. 2007 ഏപ്രിൽ ഇസ്ലാഹ് മാസികയിൽ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വിസ്റ്റം കൂട്ടായ്മയുടെ പിറവിക്ക് കാരണമാകുന്ന അപകടകരമായ ചിന്തക്ക് നിമിത്തമാകുന്നത്. അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരു മറുപടി രചിക്കവേ കിതാബിന്റെയോ സുന്നത്തിന്റെയോ പിൻബലമില്ലാത്ത ഒരു അന്ധവിശ്വാസം, ഒരു അതിവാദം ബഹുമാന്യനായ ജബ്ബാർ മൗലവി എഴുതി വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിൻ്റെ ഇന്റേണൽ സംവിധാനങ്ങളിൽ, അതിൻ്റെ അകത്തളങ്ങളിൽ ശക്തമായ ആദർശപരമായ വിചാരണകളും ആദർശപരമായ ചർച്ചകളും ദൗറകളും കൃത്യമായി നടക്കുകയുണ്ടായി. ഇന്നും ചില ആളുകൾ ഈ വിഷയങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ജിന്നും ശൈത്താനും ഈ ചികിത്സയുമായി പറഞ്ഞു നടക്കുന്നത്? ഇതൊക്കെ വ്യക്തികളുടെ പ്രശ്നമല്ലേ? ഇത് അധികാരത്തിന്റെ തർക്കമല്ലേ? വ്യക്തികളോടുള്ള അസൂയയല്ലേ? ഒന്ന് താന്നു കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ അസ്തമിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത് വിസ്ഡം ബുക്സ് പുറത്തിറക്കിയ മുബാറക് ബിൻ ഉമർ രചിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയും നിലപാട് മാറ്റവും എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ തുടക്കഭാഗത്ത് ഈ ജിന്ന് വിവാദത്തെക്കുറിച്ച് ഒരു ആമുഖം എന്ന നിലയ്ക്ക് ശീർഷകത്തിൽ അദ്ദേഹം പരാമർശിച്ച വാചകങ്ങൾ നോക്കുക. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആദർശ വിവാദങ്ങൾക്കും സംഘടനാ നടപടികൾക്കും രണ്ടാമതൊരു പിളർപ്പിനും കാരണമായി തീർന്ന ചില അഭിപ്രായ ഭിന്നതകളാണ് പിന്നീട് ജിന്ന് വിവാദം എന്ന് വിളിക്കപ്പെട്ടത്. ആദർശപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അതല്ലാതെ അധികാര തർക്കമല്ല, ആരുടെയെങ്കിലും കസേരക്കളിയല്ല, മൂവർ സംഘത്തിന്റെ പ്രവർത്തനങ്ങളല്ല, ഏതെങ്കിലും വ്യക്തികളോടുള്ള അസൂയയോ എതിർപ്പോ അല്ല, മറിച്ച് ആദർശപരമായ കാരണത്താലായിരുന്നു എന്ന് വിസ്ഡം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച അവരുടെ ആ പുസ്തകത്തിൽ പോലും അവർ കോറിയിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് അത് വ്യക്തികളെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം തമസ്കരിക്കുന്ന ഒരു രീതി ഒരിക്കലും തന്നെ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഈ കൊപ്രക്കളത്തും ഈ തൃശ്ശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, വാടാനപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിലും പരിസരങ്ങളിലും കേരളത്തിലുള്ള വിവിധ പ്രദേശങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഖതീബുമാരായി സേവനമനുഷ്ഠിച്ചവർ, നമ്മുടെ മദ്രസകളിൽ ഉസ്താദുമാരായി സേവനമനുഷ്ഠിച്ചവർ, നമ്മുടെ മഹത്തായ ഈ സ്ഥാപനമടക്കമുള്ള വിവിധ അറബി കോളേജുകളിൽ മതപണ്ഡിതന്മാരായി സേവനമനുഷ്ഠിച്ചവർ, നമ്മുടെ സംഘടനാ സംവിധാനത്തിന് ഊർജവും ആവേശവുമായി പ്രവർത്തിച്ച പലരും നേരത്തെ പറഞ്ഞ ഈ അപകടകരമായ ഈ അന്ധവിശ്വാസത്തിലേക്ക് വഴുതി വീഴുകയും ആ ഒരു ആശയത്തിന് വേണ്ടി പ്രചരിക്കുകയും ചെയ്തു. അവർ ദഅ്വാ സമിതി എന്ന പേരിലും മുജാഹിദ് ആദർശ സംരക്ഷണ സമിതി എന്ന പേരിലും പിന്നീട് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പേരിൽ അവരുടെ എംബ്ലമും അവരുടെ പേരുമൊക്കെ മറ്റൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജിന്ന് വിഷയത്തിൽ വിവാദമുണ്ടായിട്ടുണ്ട് എന്നത് ഒരു വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ രണ്ട് വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒന്ന് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നിൽ ഹയ്യിൽ ഹാളിർ, ഹയ്യും ഹാളിറും ഖാദിറുമായ ജിന്നിനോടുള്ള ഇസ്തിആന എന്ന വിഷയം. ആ വിഷയത്തിൽ അത് ശിർക്കാണ് എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള പ്രമാണബദ്ധമായ നിലപാടാണ്. എന്നാൽ ആ വിഷയത്തിൽ അത് ശിർക്കല്ല, ലൈസ ബിശിർക്ക് എന്ന വാദവുമായി അബ്ദുൽ ജബ്ബാർ മൗലവിയെ പോലെ, KK സക്കരിയ സലാഹിയെ പോലെ, ഹുസൈൻ സലഫിയെ പോലെ, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറി പോവുകയുണ്ടായി. അത് ഒരു വിഷയം. മറ്റൊരു വിഷയം റുഖിയ ശർഇയ്യ എന്ന പേരിലുള്ള മന്ത്രവാദ ചികിത്സകളാണ്. ആ മന്ത്രവാദ ചികിത്സകളുടെ പേരിൽ അതിവാദങ്ങളും കെട്ടഴിച്ചുവിട്ട അന്ധവിശ്വാസങ്ങളുടെയും അപകടങ്ങൾ നേരത്തെ വിസ്ഡം സംവിധാനത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സാജിദ് തിരൂരങ്ങാടി എന്ന വ്യക്തി, അദ്ദേഹം താൻ ചെയ്തു പോയ ആ അന്ധവിശ്വാസത്തിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ന് അദ്ദേഹം ആ കൂട്ടത്തിലായിരിക്കെ ചെയ്തിരുന്ന പല പ്രവർത്തനങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജാള്യതയിലാണ് എന്ന് വിസ്ഡം വിഭാഗമുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.
പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ അറിയണം, ഒരു ഐക്യത്തിനുള്ള ഫോർമുലയുണ്ടാക്കി ചർച്ച ചെയ്ത് എല്ലാവരെയും ഒരുമിച്ചിരുത്തുകയും എന്നിട്ട് അതിലേക്ക് സമവായത്തിലെത്തുകയും പിന്നീട് ഐക്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്ത ഒരു പ്രവർത്തനം ഈ വിഷയത്തിൽ വിസ്റ്റം വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇത് PN അബ്ദുൽ ലത്തീഫ് മദനിയും ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും അവരുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ 21/6/2011 പിളർപ്പിന് മുമ്പ് പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ആ പറയുന്ന കൂട്ടത്തിൽ റുഖിയ ശർഇയ്യയെ കുറിച്ച്, അതേപോലെ ജിന്നുകളോട് സഹായ ചോദ്യത്തെക്കുറിച്ച്, അടിച്ചിറക്കൽ ചികിത്സയെക്കുറിച്ച്, ജിന്നുകളോടുള്ള സംസാരത്തെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയും 10 പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഒരു അഭിപ്രായത്തിന്റെ സമവായത്തിലേക്ക് എത്തിച്ചേർന്ന് ഒപ്പിടുകയും ചെയ്ത ആ ഒരു അനുഗ്രഹീതമായ സന്ദർഭം ഇന്നലകളുടെ ചരിത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ഒപ്പിട്ടവർ, ഒപ്പിടിപ്പിച്ചവർ, അതിന് നേതൃത്വം കൊടുത്തവർ, ആ ചർച്ചക്ക് ആഹ്വാനം ചെയ്ത ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനിയും ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും അവര് ചർച്ച ചെയ്ത് അവര് ധാരണയിലായി അവര് ഒപ്പിട്ട ഈ അഭിപ്രായങ്ങളിൽ നിന്ന്, ആദർശപരമായ തീരുമാനങ്ങളിൽ നിന്ന് വഴിമാറി എന്നതാണ് സത്യം. പിന്നീട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ നടന്നു. ഒടുവിൽ 2012 ഫെബ്രുവരി 6 ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമ നിർവാഹക സമിതിയും ഫത്വ ബോർഡിന്റെയും സംയുക്ത യോഗത്തിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിലൂടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിലുള്ള അതിൻ്റെ ശക്തമായ നിലപാട് ഏറ്റവും ഉറച്ച ഭാഷ്യത്തിൽ പ്രഖ്യാപിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത ആളുകൾ ഈ സംവിധാനത്തിൽ നിന്ന് വഴിമാറി പോവുകയും അവരിന്ന് സമാന്തര പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുകയാണ്. അവർ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറിയത് 2 വിഷയങ്ങളിലാണ്. ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കാവാത്ത ഇനമുണ്ട് എന്ന അവരുടെ ഒരു വീക്ഷണം, അതേപോലെ മനുഷ്യ ശരീരത്തിൽ പിശാച് കയറി അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചികിത്സിക്കുകയും ആ ജിന്നിനെ അടിച്ചിറക്കുകയും ചെയ്യണം എന്ന അതിന് പള്ളിച്ചെരുവിൽ നമ്മുടെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്രങ്ങൾ വേണം എന്ന് പോലും വാദിക്കുന്ന, അതിനുവേണ്ടി 38 പണ്ഡിതന്മാർ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രേഖാമൂലം എഴുതിയ കത്തിന്റെ ആ ഉള്ളടക്കമടക്കം വിസ്റ്റം ഇറക്കിയ, ഞാൻ നേരത്തെ കാണിച്ച മുബാറക് ബിൻ ഉമർ രചിച്ച ആ പുസ്തകത്തിലുണ്ട്. ഇത് വിസ്റ്റത്തിന് നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങളോടൊപ്പമുള്ള പലരും ഇന്ന് മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഇന്ന് നേരത്തെ പറഞ്ഞ അഭിവാദങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇതൊക്കെ ആരോപണമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരിക്കലും ആരുടെയും കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല. രേഖകൾ വിസ്റ്റം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലുണ്ട് എന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും ഈ വിഷയത്തെ നിസാരവൽക്കരിക്കുന്ന ആളുകൾ അവർ പറയാറുണ്ട്, ഇതൊക്കെ തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ, അവർക്കൊക്കെ ശിർക്കിന്റെ വിഷയത്തിൽ ലാഘവമായ നിലപാടുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന സമീപനം. ആ സമീപനത്തെ സംബന്ധിച്ച് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിന് വന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞ ആ ഉത്തരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഷെയ്ഖേ, സാധാരണക്കാർ മന്ത്രവാദികളുടെയും ആഭിചാരികളുടെയും അടുക്കിലേക്ക് പോകുമോ എന്ന് ഞങ്ങൾക്ക് ഭയം. ഞങ്ങൾ റുഖയ്യ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരിവിടെയുള്ള ഖുറാഫികളുടെ മന്ത്രവാദികളുടെ അടുക്കൽ പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന ശബ്ദം കേരളത്തിൽ ഉയർന്നിട്ടുണ്ട് എങ്കിൽ സമാനമായ ചോദ്യം സൗദി അറേബ്യയിലെ മദീനയിലെ പ്രസിദ്ധനായ പണ്ഡിതനോട് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അവരെ വിട്ടേക്കൂ, അവർ പോവട്ടെ, മടങ്ങി വരുന്നില്ലെങ്കിൽ വേണ്ട. നിന്നെ ആരാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? നീ നിന്റെയും നിന്റെ ജീവിതത്തെയും മതത്തെയും നശിപ്പിക്കുകയാണ്. അവർ മന്ത്രവാദികളുടെ അടുത്ത് പോവുമെന്നതിനാൽ നീ തന്നെ ഒരു മന്ത്രവാദിയായി, റാഖിയായി അവരോധിക്കുകയാണ്. അതുകൊണ്ട് പോകുന്നവർ പോകട്ടെ, അവർ പോകുമെന്ന് പറഞ്ഞ് നീ ഒരു റാഖിയാവേണ്ടതില്ല എന്ന് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി പറയുന്നു. ആ സമയത്ത് ചോദ്യകർത്താവ് പറയുന്നു, ഞാൻ ആരോടും കെട്ടിഘോഷിച്ച് വിളിച്ചതല്ല, അവരെൻ്റെ അടുക്കൽ വരുന്നു, ചികിത്സിക്കണമെന്ന് പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? ആ സമയത്ത് ഷെയ്ഖ് റബീ വീണ്ടും പറയുന്നു, വിടൂ വിടൂ, ഉത്റുക്, നീ വിടൂ. നീ ഈ റാഖിയാണ് എന്നറിയാതെ
ഒരാളും നിന്റെ അടുക്കലേക്ക് വരികയില്ല. എന്നിട്ട് അദ്ദേഹം മദീനയിലെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മദീനയിലെ ഒരു അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, ഒന്നാം തരം സലഫിയായിരുന്നു, മസ്ജിദുൻ നബവിയിൽ അധ്യാപകനായിരുന്നു, മദീനയിലെ സൂഫികളായിരുന്ന ധാരാളം യുവാക്കളിലും മറ്റും വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരാളായിരുന്നു. ആ വ്യക്തിയെ പിശാച് സ്വാധീനിച്ചു. ഈ റുഖയ്യയുമായി ബന്ധപ്പെട്ട മന്ത്രവാദ ചികിത്സകളും അതിവാദങ്ങളിലേക്കും അദ്ദേഹം പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എൻ്റെ അടുക്കലെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഗൗരവപൂർവ്വം അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖർആവിയെ പോലെയുള്ള ഇസ്ലാഹിൻ്റെ തൗഹീദിൻ്റെ പണ്ഡിതന്മാർ നിർവഹിച്ച ആ നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു എന്ന വിശദമായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അസ്ഇലത്തുൻ മുഹിമ്മ ഹൗല റുഖിയ വറുഖാത്ത് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മുവഹിദ്, മദീന പള്ളിയിലെ മുബല്ലിഗ്, അവിടെ പ്രസംഗിക്കാൻ സർക്കാർ തലത്തിലുള്ള തസ്രീഹ്, അതിൻ്റെ ഔദ്യോഗികമായ അനുവാദവും ബാഡ്ജും ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ഈ റുഖിയയുടെ, ഈ ജിന്നിന്റെ അതിവാദങ്ങളുടെ പിന്നാലെ പോയി തൗഹീദിൽ നിന്ന് വഴുതിമാറി ശിർക്കിലേക്ക് എത്തിയ പിശാച് അദ്ദേഹത്തെ ശിർക്കിന്റെ വാഹകനാക്കിയ ഒരു ചരിത്രം ശൈഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി എഴുതിയത് സലഫി ലോകത്തിന് ഒരു താക്കീതാണ്. സമാനമായ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനവും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. 2002 പിളർപ്പും 2016 ഐക്യവും 2018 പിന്നെ ചില ആളുകൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയതും 2012 പിളർപ്പുമെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് എന്ന നിലക്ക് ഉൾക്കൊള്ളുകയും അതിവാദങ്ങൾക്കും നിഷേധങ്ങൾക്കും മധ്യേ ഏറ്റവും ശുദ്ധമായ സലഫിയത്തിന്റെ, കിതാബിന്റെ, സുന്നത്തിന്റെ, ഫഹ്മുസ് സലഫിന്റെ, ആ മൻഹജുസ് സലഫിന്റെ ആ ഉന്നതമായ ഉദാത്തമായ വഴിയിൽ സഞ്ചരിക്കുക എന്ന ആ പ്രതിജ്ഞാബദ്ധമായ നിലപാടുമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല